പൈസ കൊടുത്തിട്ട് കിട്ടും. ഉറതപ്പം കിടന്ന് ബഹളമായിരുന്നു. ഇഷ്ടപോലെ ഉണ്ടാവും വണ്ടി എടുത്ത് വന്നാൽ. രേണു ഓരോ ദിവസം കൂടും മോഡേൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രസ്സിങ്. എനിക്ക് മോഡേൺ ആവുമല്ലോ. നമ്മളെല്ലാ പ്രാവശ്യം ഒരുപോലെ ആകാൻ പറ്റും. എഴുതി കൊടുക്കുന്ന അതിന് ഞാൻ എന്റെ പേരിലല്ലല്ലോ. വിവാഹം കഴിക്കുവാണെങ്കിൽ ആളുമായിട്ട് ഒരു ദിവസം പോലും ആ വീട്ടിൽ താമസിക്കത്തില്ല. സുധിച്ചേട്ടന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നേരെ അവിടുന്ന് വിടും എന്നാണ് പറഞ്ഞത്. പിള്ളേരെ കണ്ടത് പിള്ളേരുമായിട്ട് ഇറങ്ങുന്നല്ല ഞാൻ പറഞ്ഞത്. അത് പിള്ളേരുടെ വീടാണ്. അഥവാ കല്യാണം കഴിച്ചാൽ ചേട്ടനെ എന്തായാലും പോയി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് കഴിച്ചാൽ പ്രാർത്ഥിച്ചിട്ട് നേരെ അവിടുന്ന് ആ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കില്ല. അല്ലാതെ കുട്ടികളെ ഇറക്കുമെന്ന് ഞാൻ പറഞ്ഞു. കുട്ടികളെ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കുവാണെങ്കിൽ കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കൂ. 2 വർഷം. പൊതുവെ ഈ വിമർശനങ്ങൾക്കും ഉത്തരം പറയാത്തതാണ്. പല രീതിയിൽ പലരും അങ്ങനെ വിമർശനങ്ങൾ ആദ്യത്തെ യാത്ര പോകുമ്പോൾ വിമർശിക്കുന്നൊരു വിമർശനം ഞാനിപ്പോ എവിടെ വിമർശിക്കുന്നവരുടെ കൂടെയാണ്. നല്ല നല്ല ആളുകളെ കണ്ടു, നല്ല നല്ല എന്താ പറയാ ആൾക്കാരെ പരിചയപ്പെട്ടു, നല്ല നല്ല ഇനോഗ്രേഷൻസ് ഉണ്ട്. ഒരു ചെറിയൊരു പാട്ട് പാടി, ഞാനൊരു പാട്ടുകാരി പോലും ഒരു ഗായിക പോലും നമ്മൾ ആ പാടിയപ്പോ ഇത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊരു എന്താ പറയാ നമ്മുടെ ഒരു നേട്ടം തന്നെയാണ്. ഇത് അബുദാബിയിലും ഉണ്ട്, ഫുജേറയിലും ഉണ്ട്. അതിനും ഇപ്പോഴേ ക്ഷണിച്ചേക്കുവാണ്. പോകണം, ഉടനെ കാണും. രണ്ടും അടിപൊളിയായിട്ട് ഇനോഗ്രേഷൻ നടന്നു. ഞാൻ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു നമ്മുടെ സ്മിതയുടെ പ്രോസസ്സിൽ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ് സ്മിത ചേച്ചി ഫാമിലി. ചേട്ടനാണ്, സാക്ഷാത്താണ്. ഞാൻ അവിടെയാണ് 4 ദിവസം നിന്നത്. പിന്നെ എനിക്ക് പാപ്പിലോണിൽ പോകാൻ പറ്റി ഒന്നുകൂടി ഇന്നലെ വൈകിട്ട്. അവരെല്ലാം കണ്ടു. പിന്നെ പുതിയ അവരുടെ അടുത്ത ഇനോഗ്രേഷൻ 9ാമത്തെ ബ്രാഞ്ചാണ് നമ്മൾ തേനയിൽ ചെയ്തത്. പിന്നെ അടുത്തത് ദുബായ് കത്തിച്ചത്. പാബിലോണിലാണോ കത്തിച്ചത്? അല്ല, പാബിലോണിലാണോ വസീറ പാടിയത്? അല്ല, ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു. റോസസ്റ്റിന്റെ ഇനോഗ്രേഷന്റെ സ്റ്റേജിലായിരുന്നു. നല്ല കാര്യമല്ലേ? സാറ്റേജ് ആകർഷിക്കുന്ന ഓൺലൈൻ മീഡിയ മാത്രമല്ല, ഈ കോസ്റ്റ്യൂം ഇവിടെ നന്നായിട്ടുണ്ട്. പുതിയ ഷൂസ് ലക്ഷങ്ങളുണ്ടോ? ലക്ഷങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ പൈസ ചോദിച്ചു. സ്പോൺസേർഡാണ്. ചേച്ചി വാങ്ങിച്ചു. പറയത്തില്ല. 2 വർഷം കഴിഞ്ഞിട്ട് പറയുള്ളൂ. 2 വർഷം എന്ന് പറയുന്നു. അപ്പൊ ഒന്ന് തീരുമാനിച്ച് ഉറച്ചിട്ടല്ലേ? ചുമ്മാ പറഞ്ഞു 2 വർഷം കഴിഞ്ഞ് ചിലപ്പം നടക്കുന്നു. രണ്ടാളും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ 2 വർഷം എന്ന് പറയുന്നത്? ഒന്നുമില്ല. സിനിമ മേഖലയിലുള്ള ആളാണോ? അല്ലല്ല, ഒന്നുമില്ല. എന്റെ പൊന്നോ അല്ല. സിംഗറാണോ? സിംഗർ ബിഗ് ബോസിലുള്ളത് സീരിയൽ താരം. സീരിയൽ താരം ഒന്നല്ല പോയെ.